മെഡിക്കൽ കോളേജുകളിൽ പാവപ്പെട്ട രോഗികൾക്ക്, പട്ടിണി പാവങ്ങളായ രോഗികൾക്ക് ഒരു നേരത്തെ ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഡിവൈഎഫ്ഐയുടെ ഉച്ചഭക്ഷണ പദ്ധതി നിർത്തണം, അല്ലെങ്കിൽ അതിന് നടപടിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി. അപ്പോൾ അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത്, ഹോസ്പിറ്റലുകളിൽ മന്ത്രിക്കാണ് അധികാരം, അവിടെ ഡിവൈഎഫ്ഐക്കല്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളുടെ പേരിൽ ഭക്ഷണ വിതരണം നടത്തേണ്ട, അതിന് ഓൾട്ടർനേറ്റീവായിട്ട് കമ്മ്യൂണിറ്റി കിച്ചൺസ് സ്ഥാപിച്ച് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ ഭക്ഷണം കൊടുക്കും എന്നാണ് മുരളീധരൻ പറയുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം, രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ഇത് ചെയ്യണ്ട. അപ്പൊ ജനങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. കാരണം അതിദാരിദ്ര്യം കേരളത്തിൽ ഇല്ല എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഈ ഒരു നേരത്തെ ആഹാരം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾ മെഡിക്കൽ കോളേജ് പരിസരത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇപ്പൊ ഡിവൈഎഫ്ഐക്ക് പകരം നാളെ മറ്റൊരാൾ ഇതേ കാര്യം ചെയ്താലും അതിനെ നമ്മൾ അംഗീകരിക്കുക തന്നെ ചെയ്യും. ഇപ്പം നവജീവനൊക്കെ പോലെ അല്ലെങ്കിൽ ഒരുപാട് സന്നദ്ധ സംഘടനകൾ മെഡിക്കൽ കോളേജ് പരിസരത്ത് ഇതേപോലെ ഭക്ഷണ വിതരണം ചെയ്യാറുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കഴിയുന്നവരാണ് ദൈവം. അത് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ അഭിനന്ദിക്കുക തന്നെ വേണം, ഒരിക്കലും വേണ്ടാന്ന് പറയരുത്. ഇപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺ വരുന്നു എന്ന് പറയുന്നത് നല്ലൊരു കാര്യം, സ്വാഗതാർഹമാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ വന്നാൽ എല്ലാവർക്കും അവരാഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിനനുസരിച്ച് പ്രോപ്പറായിട്ട് സെയിം മോഡൽ ഫുഡ് കിട്ടും നിങ്ങൾ കരുതുന്നുണ്ട്. ഇനി ഒരു കുറ്റമില്ലാതെ അത്രയും അടിപൊളിയായിട്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തു എന്നിരിക്കട്ടെ, അപ്പോഴൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ മാസമായിട്ട് ഒരു ഹോട്ടൽ പോലെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണത്തിൽ ഒരിക്കലും ഒരു വീട്ടിൽ നിന്ന് അവനവന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന്, കൂലി വേലയെടുത്തും കഷ്ടപ്പെട്ടും അവനവന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് സ്നേഹത്തോടെ ഒരമ്മ സ്നേഹത്തോടെ തൻ്റെ മക്കൾക്ക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭർത്താവിന് ഉണ്ടാക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഒരു പാർട്ട് മാറ്റിവെച്ച് ഒരു പൊതി കിട്ടി അത് വളരെ സ്നേഹത്തോടെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ ഫുഡ് അതേ സ്നേഹത്തോടെ തന്നെ തന്നു വിടുമ്പോൾ, കൊടുത്തു വിടുമ്പോൾ അത് കഴിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അനുഭവമൊക്കെ വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല മനുഷ്യരായിട്ടുള്ള നല്ല മനസ്സുള്ള ആളുകൾ ഈ പൊതിച്ചോറിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ 100, 200, 500, 1000 ഒക്കെ പൈസ വരെ വെച്ച് കൊടുത്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അവരെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു സഹായം അവർ ആ രീതിയിലാണ് ചെയ്യുന്നത്. കാരണം ആരാണെന്ന് അറിയില്ല. ആരാണെന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ പലർക്കും തങ്ങളുടെ അഭിമാനം കൊണ്ട് ഒരു സഹായം മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അതൊക്കെ ഒരുപാട് പേർക്ക് സഹായമാണ്. നിങ്ങളോ ചെയ്യുന്നില്ല, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ പിന്നെ ചെയ്യുന്നവരെ തടയാൻ നിൽക്കരുത്. എൻ്റെ അഭിപ്രായത്തിൽ ഡിവൈഎഫ്ഐ ഇത് ചെയ്യുക തന്നെ വേണം. ഡിവൈഎഫ്ഐ ഇത് ചെയ്യുക തന്നെ വേണം, നിസ്സംശയം പറയാം. കാരണം ഒന്നിനെയും പേടിച്ച് പിന്മാറി പുറകിലേക്ക് പോകുന്ന ഒരു സംഘടനയല്ല. ഇതിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല, ഇതിൽ രാഷ്ട്രീയമില്ല. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. ഇതിൽ ജനനന്മ, സഹജീവികളോടുള്ള സ്നേഹം, സഹാനുഭൂതി, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അതിൽ കാരുണ്യം ഒരു സംഭവം എന്തിനു വേണ്ടി ആയിക്കോട്ടെ, എന്ത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ആയിക്കോട്ടെ, എന്തിരുന്നാലും ഈ ഒരു സംഭവം വേണ്ട എന്ന് പറയാൻ കാണിച്ച മനസ്സ്, അതിൻ്റെ ഉള്ളിലെ ക്രൂരത നിങ്ങൾ കാണാതിരിക്കരുത്. വളരെ ക്രൂരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. നിങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചൺ സ്റ്റാർട്ട് ചെയ്തോളൂ, വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ അതിനൊപ്പം തന്നെ ഡിവൈഎഫ്ഐയോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളോ, അത് ഏത് പാർട്ടിയോ ജാതിയോ മതമോ എന്തും ആയിക്കോട്ടെ, അവർ ചെയ്യുന്ന സഹാനുഭൂതിയോടുകൂടി അവർ ചെയ്യുന്ന സഹായങ്ങൾ കൂടി അവരെ ചെയ്യാൻ സമ്മതിക്കണം. അല്ലാണ്ട് അതിനെ എതിർത്തുകൊണ്ട് നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ചോയ്സ് കൊണ്ടുവരികയല്ല വേണ്ടത്. അത് ശരിയല്ല. ഇതൊരിക്കലും ഒരു ബിസിനസ് അല്ല. ഇത് നമുക്ക് നമ്മുടെ സഹജീവികളോട് നമ്മളാൽ കഴിയുന്നതിനും നമ്മളുടെ സ്നേഹം കൈമാറാൻ പറ്റുന്ന ഒരു രീതിയാണ്, ഒരു മാധ്യമമാണ്. അപ്പോൾ ഇത് ഇനിയും ആരുടെ മുന്നിലും മുട്ടുമുടക്കാണ്ട് വളരെയധികം ശക്തമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം. ബൈ.